പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 9-ാം മാസത്തിൻ്റെ 12-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് വചന സന്ദേശത്തിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും ദൈവസന്നിധിയിൽ നമുക്ക് അടുത്തു ചെല്ലാം. സഭാപ്രസംഗി 10 പറയുന്നു, കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും, മതിൽ പൊളിക്കുന്നവനെ പാമ്പ് കടിക്കും. ചില മാസങ്ങൾക്ക് മുമ്പ് ഈ വചനം നാം ഒരിക്കൽ ധ്യാനിച്ചതാണ്. എന്നാൽ ഒരിക്കൽ കൂടെ ദൈവമക്കളുടെ ആവശ്യപ്രകാരം ഒരിക്കൽ കൂടെ ഈ വചനവുമായി ആമേൻ നിങ്ങളുടെ അരികിൽ ഈ പ്രഭാതം വരുവാൻ സർവശക്തനായി ദൈവം ഒരുക്കിയ മഹാകരുണയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും ദൈവസന്നിധിയിൽ അടുത്തു ചെല്ലാം. മോഷണങ്ങളും അതിക്രമങ്ങളും പെരുകി വരുന്നതിനൊപ്പം വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളും വർദ്ധിച്ചു വരുന്നതിനാൽ വീടുകൾക്കും പുരയിടങ്ങൾക്കും ചുറ്റുമതിലുകളും ശക്തമായ വേലികളും മനുഷ്യർ കെട്ടിക്കൊണ്ടിരിക്കുന്നു. മതിലുകൾ കെട്ടിയാൽ ഒരു പരിധിവരെ ശത്രുവിൻ്റെ ആക്രമണത്തിൽ നിന്നും ചെറുത്തു നിൽക്കുവാൻ കഴിയും. മതിലില്ലാത്ത പട്ടണത്തിൽ ശത്രുക്കൾ പ്രവേശിക്കുകയും അവരെ കൊള്ളയിട്ട് നിർമൂലമാക്കുകയും ചെയ്യും. ദൈവം ശത്രുവിനെ പോലെ ഇടപെടുമോ? തൻ്റെ ജനത്തിൻ്റെ പാപവും മാനസാന്തരമില്ലാത്ത ജീവിതവും നിമിത്തം സ്വന്തം ജനത്തിന് ദൈവം ശത്രുവായി തീർന്ന അനവധി സംഭവങ്ങൾ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കാലത്ത് ആനന്ദത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും നന്മയുടെയും സുരക്ഷിതത്വത്തിൻ്റെയും മതിലുകൾ ഒരുക്കിയ ദൈവം തന്നെ അവരുടെ ദുഷ്ടത നിമിത്തം താൻ കെട്ടിയ മതിലുകൾ തകർത്തു കളയുന്നതായി കാണുന്നു. ദൈവം ഒരുവൻ്റെ മതിൽ ഇടിക്കുവാൻ തീരുമാനിച്ചാൽ ലോകത്തിൽ ഏതൊരു മനുഷ്യനും അത് വീണ്ടും പണിയുവാൻ കഴിയുകയില്ല എന്ന മുന്നറിയിപ്പും കൂടെ ദൈവം തരുന്നു. യോബ് പറയുന്നു, അവൻ ഇടിച്ചു കളഞ്ഞാൽ ആർക്കും പണിതുകൂടാ, അവൻ മനുഷ്യനെ ബന്ധിച്ചാൽ ആരും അഴിച്ചു വിടുകയില്ല. നാം മറ്റുള്ളവരുടെ അവരുടെ പാപങ്ങളെ അല്ലെങ്കിൽ പിഴവുകളെ ഹൃദയപൂർവ്വം ക്ഷമിക്കണമെന്നാണ് കർത്താവ് പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഹൃദയത്തിൽ പക വെച്ചുകൊണ്ട് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുടെ മതിലുകൾ തകർക്കുകയും അതിനുള്ളിൽ തീ അയക്കുകയും ചെയ്യുമെന്ന മുന്നറിയിപ്പും കൂടി ദൈവം തരുന്നു. ജീവിത വിശുദ്ധിയോടെ വിശുദ്ധിയോടെ താങ്കളുടെ മതിലുകൾ പണിയുന്ന ചുരുക്കം പേരുണ്ടെങ്കിലും ബഹുഭൂരിപക്ഷവും യാതൊരു പ്രമാണവുമില്ലാതെ ജീവിക്കുകയും വേർപാടിൻ്റെയും വിശുദ്ധിയുടെയും ആത്മീയ സത്യത്തിൻ്റെ മതിലുകൾ തകർത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. അങ്ങനെ സ്വന്തം ജീവിതത്തിൻ്റെ മതിലുകൾ തകർക്കുന്നതിനോടൊപ്പം അനേകരുടെ മതിലുകളും ഈ കൂട്ടർ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണമായിക്കൊണ്ടിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്തവരുടെ സ്തോത്രം മതിലുകളെ ദൈവം പൊളിച്ചു കളയുവാനിടയാകും. പ്രിയ ദൈവവൈതലേ, നാം പണിയേണ്ട മതിലുകൾ നാം പണിത് കഴിയുമ്പോൾ തൻ്റെ ജനത്തിൻ്റെ സുരക്ഷിതത്തിനായി ദൈവവും ചില മതിലുകൾ നമുക്കായി പണിയുവാനിടയാകും. രക്ഷിക്കപ്പെട്ട ഓരോ വിശ്വാസിയും നിരന്തരം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർ ആയിരിക്കണം. പ്രാർത്ഥന എന്ന മതിൽ നാം ദിനവും സ്തോത്രം ഹല്ലേലൂയ നാം പണിയേണ്ടതാണ്. പ്രാർത്ഥനയും മധ്യസ്ഥതയും എന്ന മതിൽ നാം ഓരോ ദിവസം കെട്ടുക തന്നെ ചെയ്യണം. വചനം അനുഷ്ഠിക്കുകയും ദൈവത്തിൻ്റെ നാമത്തിനും ദൈവത്തിൻ്റെ കാര്യങ്ങൾക്കും ദൈവനാമ മഹത്വത്തിനും കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കുകയും ചെയ്യുന്നവരെ ദൈവം വളരെ അധികം സ്നേഹിക്കുകയും അവിടെ മതിലുകളെ ദൈവം തന്നെ പണിയുകയും ചെയ്യും. ആമേൻ ആമേൻ ഹാലിൽ. അതുകൊണ്ട് അവർ സന്തോഷിക്കുമെന്ന് തിരുവചനം വെളിപ്പെടുത്തുന്നു. ആകയാൽ നാം ലോകപ്രകാരമുള്ള ആലോചനകൾക്ക് മതിലുകൾ കെട്ടാതെ ദൈവത്തിൻ്റെ വചനപ്രകാരം നാം പ്രാർത്ഥനയോടെ മതിലുകളെ നമുക്ക് പണിയുവാൻ കഴിഞ്ഞാൽ നിത്യമായ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ കഴിയും. വിശുദ്ധിയുടെയും വേർപാടിൻ്റെയും
വിശ്വസ്തതയുടെയും പ്രാർത്ഥനയുടെയും മതിലുകൾ തകർത്ത അനേക പ്രിയപ്പെട്ടവർ ആമേൻ പാപമെന്ന പാമ്പിൻ്റെ കടിയേറ്റ് അനേകർ ആത്മീയ മരണം സംഭവിച്ചപ്പോൾ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും എതിരായി കുഴി കുഴിച്ച് അനേകരും ആ കുഴിയിൽ തന്നെ വീണ് കിടക്കുമ്പോൾ പ്രാർത്ഥനയുടെ മതിലുകൾ തകർത്തു അനേകർ ആമേൻ ദൈവസന്നിധിയിൽ നിന്നും അകന്നു പോകുമ്പോൾ പിന്മാറിപ്പോകുമ്പോൾ പ്രാർത്ഥനയില്ലാതെ ഉപവാസമില്ലാതെ എന്തിനേറെ സഭാ ആരാധന പോലും മുടക്കി ആമേൻ പാപത്തിൻ്റെ വഴിയിൽ ലോകമോഹങ്ങളിലും ആമേൻ ദൈവഹിതമില്ലാത്ത ബന്ധങ്ങളിലും അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ദൈവസന്നിധിയിൽ നമുക്ക് മതിലുകളെ ആമേൻ പ്രാർത്ഥനയോടുകൂടെ പണിത് നിലനിൽക്കുവാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. അതെ, ഒരു മതിൽ നമുക്ക് ആവശ്യമാണ്. അത് ആത്മീയ മതിലായിരിക്കണം, പ്രാർത്ഥനയുടെ മതിലായിരിക്കണം, വിശുദ്ധിയുടെ മതിലായിരിക്കണം, വേർപാടിൻ്റെ മതിലായിരിക്കണം. ആമേൻ. ഇതാ തനിച്ചു പാർക്കുന്ന ആമേൻ സ്തോത്രം ഒരു കൂട്ടം തനിച്ചു പാർക്കുന്ന ആമേൻ ഒരു കൂട്ടത്തെ നോക്കി ആമേൻ ശപിക്കുവാൻ വന്ന ആമേൻ ബിലയാം പറഞ്ഞുവെങ്കിൽ ഈ നാളുകളിൽ നമ്മെ ശപിച്ചവർ പറയണം, ഇവർ സാക്ഷാൽ ദൈവമക്കളെന്ന് പറയണം. സാക്ഷാൽ വിശ്വാസ മക്കളെന്ന് പറയുന്ന നിലകളിലേക്ക് നമ്മുടെ ആത്മീയ മതിലുകളെ നമുക്ക് പണിത് സുരക്ഷിതമായി നിൽക്കാം. ദൈവഹിതമില്ലാത്ത ബന്ധങ്ങൾ നമ്മുടെ ആത്മീയത്തിലും ഭൗതികത്തിലും പ്രവേശിപ്പാൻ അനുവദിക്കാതെ മതിലുകളെ പണിത് സുരക്ഷിതമായി ദൈവത്തെ നോക്കി നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതമായിരിക്കാം. നമ്മുടെ കണ്ണുകളെ ദിവസം ഇടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹം പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നത ഈ പ്രഭാതം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ മതിലുകൾ പൊളിഞ്ഞ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. പ്രാർത്ഥന നഷ്ടപ്പെട്ട് വിശ്വാസ ജീവിതം നഷ്ടപ്പെട്ട് കർത്താവെ ഞങ്ങളൊരു കാലഘട്ടങ്ങളിൽ സ്തോത്രം ഞങ്ങളായിരുന്നു. എന്നാൽ ദൈവമേ, നീ അങ്ങ് ഞങ്ങൾക്ക് പിന്നെയും നിലനിൽക്കുവാൻ ഞങ്ങൾക്ക് മതിലുകൾ, സ്നേഹത്തിൻ്റെ മതിൽ, പ്രാർത്ഥനയുടെ മതിൽ, കരുതലിൻ്റെ മതിൽ, സമാധാനത്തിൻ്റെ മതിൽ ഞങ്ങൾക്ക് പണിത് തന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ പ്രഭാതം എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. പ്രാർത്ഥനയുടെ മതിലിനകത്ത് എല്ലാവരും കാണപ്പെടുവാൻ, സുരക്ഷിതരായിരിക്കാൻ സ്വർഗം കൃപ ചെയ്യും. എല്ലാവിധ നന്മകളാൽ നിറയ്ക്കും. മഹത്വമെടുക്കും യേശുവിൻ്റെ നാമത്തിൽ. കൃപയോടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗാഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രിയ ദൈവമക്കളെ, ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടെ ഈ സന്ദേശം ഷെയർ ചെയ്യുവാൻ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഉത്സാഹിക്കുക. താങ്ക് യു. ഗാഡ് ബ്ലെസ് യു.